ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടിയാണ്. ഈ വചനഭാഗങ്ങളിൽ നാം കാണുന്നത് പിതാവും പുത്രനും തമ്മിലുള്ള സ്നേഹബന്ധത്തെ പറ്റിയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ തിരുവചനം: അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമാണ് നാം ഈ വചനത്തിൽ കാണുന്നത്. മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി, മനുഷ്യകുലത്തിൻ്റെ പാപത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി, മനുഷ്യകുലത്തെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി തനിക്ക് സ്വന്തമായുള്ള പുത്രനെ പിതാവ് കുരിശിൽ ഹോമിക്കുവാൻ തയ്യാറാകുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവചനത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ നമ്മോട് ഇങ്ങനെ പറയുന്നു: ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നിട്ടും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ടത് ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെപ്പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണയുള്ളവനായി തന്നെ താഴ്ത്തി. ദൈവപിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച്, ഹിതമനുസരിച്ച് മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടി തന്നെ ശൂന്യവൽക്കരിക്കുന്ന പുത്രൻ്റെ സ്നേഹമാണ് ഈ വചനങ്ങളിലൂടെ വിശുദ്ധ പൗലോസ് നമ്മോട് പറയുന്നത്. പിതാവും പുത്രനുമായുള്ള സ്നേഹബന്ധം സ്വയം സമർപ്പിക്കുന്ന, സ്വയം ശൂന്യവൽക്കരിക്കുന്ന ആത്മസമർപ്പണത്തിൻ്റെ ബന്ധമാണ്. അത് സ്വയം തേടുന്ന സ്വാർത്ഥതയിൽ നിന്ന് ഉളവായ ബന്ധമല്ല. അത് മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നുപോലും സ്വന്തമായി വയ്ക്കാതെ പൂർണ്ണമായി സമർപ്പിക്കുന്ന ബന്ധമാണ്. ഇത്തരത്തിലുള്ള ഒരു ബന്ധത്തിലേക്ക് വരുവാനാണ് ഈശോ ശിഷ്യന്മാരോട് ആഹ്വാനം ചെയ്യുന്നത്. ആ സ്നേഹത്തിൽ ഈശോയുമായി നിലനിൽക്കാനാണ് അവിടുന്ന് ആവശ്യപ്പെടുന്നത്. ഈ സ്നേഹബന്ധം ഒരു വൈകാരിക തലത്തിലെ ബന്ധം മാത്രമല്ല, അനുദിനം ദൈവകൽപ്പനകളോട് വിശ്വസ്തത പുലർത്താൻ ഒരുവനെ പ്രേരിപ്പിക്കുന്ന ജീവിത ബന്ധമാണ്. ഈ സ്നേഹബന്ധത്തിൻ്റെ ആഴത്തെപ്പറ്റി തൻ്റെ ശിഷ്യരെ പഠിപ്പിച്ചതിന് ശേഷം ഈശോ കൂട്ടിച്ചേർക്കുകയാണ്: ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടിയാണ്. ഓരോ മനുഷ്യനും ഈശോയോടും അപരനോടും ഇത്തരം സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ ബന്ധത്തിലേക്ക് വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ സന്തോഷം പൂർണ്ണമാകുന്നത്. കാരണം ഓരോ മനുഷ്യനെയും പിതാവുമായുള്ള സ്നേഹബന്ധത്തിൽ ഒന്നിപ്പിക്കുവാൻ വേണ്ടിയാണ് അവിടുന്ന് വന്നത്. ഇങ്ങനെ പിതാവും പുത്രനുമായി ആത്മബന്ധത്തിലും പരസ്നേഹത്തിലും വളരുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതമാണ് യഥാർത്ഥത്തിൽ സന്തോഷം നിറഞ്ഞതും ആനന്ദം നിറഞ്ഞതുമായി മാറുന്നത്. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.